സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു പുതിയ പാഠം തുടങ്ങി 2 ക്ലാസ് കൊണ്ട് ഏകദേശമുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം എന്തായിരുന്നു? കുറച്ച് റിവോൾട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ പ്രധാനപ്പെട്ട ചില സമരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ചില റിവോൾട്ടിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നമുക്ക് ഈ പാഠത്തിൽ മെയിനായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതാണ്. ആദ്യം എന്താണ് ബ്രിട്ടീഷർ വന്നതിന് ശേഷം നമ്മുടെ അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. ഒരു ഫസ്റ്റ് ക്ലാസ്സിലാണ് പറഞ്ഞത് ബ്രിട്ടീഷർ വന്നതിന് ശേഷം കാർഷിക മേഖലയിലുണ്ടായ മാറ്റങ്ങളാണ്. നമ്മുടെ കാർഷിക മേഖല പൂർണ്ണമായി എന്ത് ചെയ്യുണ്ടായി തകരുന്നതിന് കാരണമായി. അതിന് മെയിനായിട്ട് അവർ ഏർപ്പെടുത്തിയ ലാൻഡ് ലെവൻറ്റി പോളിസീസ് അല്ലെങ്കിൽ ഭൂനികുതി പരിഷ്കാരങ്ങളാണ് മെയിനായിട്ടും ഇന്ത്യയിലെ കാർഷിക മേഖല തകരുന്നതിന് കാരണമായി തീരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ച കാര്യം ഇൻഡിഗോ റിവോൾട്ടായിരുന്നു ആദ്യം പഠിച്ചത്. നീലം കർഷകരുടെ കലാപത്തെക്കുറിച്ചാണ് പഠിച്ചത്. 1859 ബംഗാളിലെ നീലം കർഷകർ എന്ത് ചെയ്യുണ്ടായി ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപം നീലം കർഷകരുടെ കലാപത്തെക്കുറിച്ച് നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ പോയത് പെസന്റ് റിവോൾട്ടിന് കേരളത്തിൽ ആരംഭിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ ആരംഭിച്ച കർഷക സമരങ്ങളെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് രണ്ടാമത് നമ്മൾ പഠിച്ചത്. അവിടെ നമ്മൾ ജസ്റ്റ് അറിഞ്ഞാൽ മതി. നമ്മൾ ആദ്യം പറഞ്ഞതായിരുന്നു മലബാർ റിബലിയൻ അല്ലെങ്കിൽ മാപ്പിള റിബലിയൻ, മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള കലാപത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം അതിനകത്ത് പഠിച്ചത്. ഓക്കെ, അവിടെ നിങ്ങൾ ഡീപ്പായി പഠിക്കേണ്ട ആവശ്യമില്ല. മലബാർ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഒരു പോലീസ് വിഭാഗം, അത് മാത്രം നോക്കിയാൽ മതി. ഏതായിരുന്നു? മലബാർ സ്പെഷ്യൽ പോലീസ്. അതിനുശേഷം മലബാർ കലാപത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കലാപം ആരംഭിച്ചത് എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി അന്നൊരു കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തായിരുന്നു. ഏതായിരുന്നു അത്? വില്യം ലോഗൻ കമ്മീഷൻ. അത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ പോയത് കേരളത്തിലെ വയനാട്ടിലെ കുറിച്യരുടെ ആരംഭിച്ച കുറിച്യ റിവോൾട്ട് അല്ലെങ്കിൽ കുറിച്യ കലാപത്തെക്കുറിച്ചാണ് പഠിച്ചത്. 1812 രാമൻ നമ്പിയുടെ കീഴിൽ ആരംഭിച്ച റിവോൾട്ടായിരുന്നു കുറിച്യ റിവോൾട്ട്. വയനാട്ടിലെ ഒരു ആദിവാസി വിഭാഗമായിരുന്നു കുറിച്യരും കുറുമ്പരും. അവരെന്ത് ചെയ്യുണ്ടായി ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച ഒരു കലാപമായിരുന്നു കുറിച്യ റിവോൾട്ട് അല്ലെങ്കിൽ കുറിച്യ കലാപം. അപ്പോൾ അത് മെയിനായിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് അത് ആരംഭിക്കാനുള്ള കാരണങ്ങൾ, എന്തുകൊണ്ടാണ് വയനാട്ടിലെ കുറിച്യരും കുറുമ്പരും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കലാപം ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത് അവിടെ ഏർപ്പെടുത്തിയ ഭൂനികുതി പരിഷ്കാരങ്ങൾ ലാൻഡ് ലെവൻറ്റി പോളിസി തന്നെയായിരുന്നു അവിടുത്തെ വിഭാഗത്തെ എന്ത് ചെയ്തത് ഒരു കലാപത്തിലേക്ക് എത്തിച്ചത്. ബ്രിട്ടീഷുകാർക്ക് മുന്നേയും അവിടുത്തെ കർഷകർ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ എന്ത് ചെയ്യുണ്ടായി ബ്രിട്ടീഷുകാർക്ക് നികുതി, ഇന്ത്യയിലെ രാജാക്കന്മാർക്ക് നികുതി കൊടുത്തിരുന്നു. പക്ഷേ എങ്ങനെയായിരുന്നു? പ്രൊഡക്റ്റ് അല്ലെങ്കിൽ തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണോ അതെന്ത് ചെയ്യുണ്ടായി അവർ നികുതിയായി നൽകിയിരുന്നു. പക്ഷേ ബ്രിട്ടീഷർ എന്നതിന് ശേഷം അവർ നികുതിയെ എന്താവശ്യപ്പെട്ടു? പണം ആവശ്യപ്പെട്ടു. അതുമാത്രമല്ല കൃത്യമായ സമയത്ത് എന്ത് ചെയ്യണം? പണം നൽകുകയും വേണം. ഇനി ആരെങ്കിലും നികുതി നൽകിയില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ പ്രദേശങ്ങൾ ആ ഭൂമി എന്ത് ചെയ്യും? പിടിച്ചെടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് വയനാട്ടിലെ കുറിച്യരും കുറുമ്പരും എന്ത് ചെയ്തത് ഒരു കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിക്കുകയും ചെയ്തത്. ഓക്കെ, നമ്മൾ അത് പറഞ്ഞു. അതിനുശേഷം ലാസ്റ്റ് ഇത്രയാണ് മെയിനായിട്ടും കാർഷിക മേഖല അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അതിനുശേഷം നമ്മൾ നേരെ സെക്കൻഡ് ഏരിയയിലേക്കാണ് പോയത്. ഏതായിരുന്നു? ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് അല്ലെങ്കിൽ വ്യവസായ മേഖലയിലേക്കാണ് പോയത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതാണ് നിർത്തിയത്. അപ്പം ബ്രിട്ടീഷർ വന്നതിന് ശേഷം ഇന്ത്യയുടെ കാർഷിക മേഖല മാത്രമല്ല അതിനോടൊപ്പം എന്ത് ചെയ്യുണ്ടായി വ്യവസായ മേഖലയും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സും പൂർണ്ണമായും തകർച്ച നേരിടുകയും ചെയ്തു. ബ്രിട്ടീഷുകാർക്ക് മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എക്കോണമി അല്ലെങ്കിൽ സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതിൽ കൂടുതലായും വിഭാവനം ചെയ്തത് ഇന്ത്യയിലെ ഒരു കരകൗശലം അല്ലെങ്കിൽ മെയിനായിട്ട് പറഞ്ഞാൽ ഗ്രാമങ്ങളുണ്ടായിരുന്നു. ഓരോ ആൾക്കാർ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഉൽപ്പാദിപ്പിച്ചിരുന്ന ചെറുകിട വ്യവസായങ്ങളാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഈ പരമ്പരാഗത വ്യവസായങ്ങൾ അല്ലെങ്കിൽ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് പൂർണ്ണമായും തകർച്ച നേരിടുകയും ചെയ്തു. നിങ്ങൾ ഡീപ്പായി പഠിക്കണമെന്നില്ല അതെന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായങ്ങൾ അല്ലെങ്കിൽ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് തകർന്നത് എന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതിയാകും. നമ്മൾ ആദ്യം പറഞ്ഞതാണ് ബ്രിട്ടീഷുകാരുടെ വൻതോതിലുള്ള യന്ത്രനിർമ്മിതമായിട്ടുള്ള വസ്തുക്കളുടെ ഇവിടേക്കുള്ള ഇറക്കുമതി. അപ്പോൾ ലാർജ് സ്കെയിലായിട്ട് അവർ എന്ത് ചെയ്യുണ്ടായി മെഷീൻ മെയ്ഡ് പ്രൊഡക്റ്റ് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യിപ്പിച്ചു. അല്ലെങ്കിൽ ഒരുപാട് യന്ത്രനിർമ്മിതമായിട്ടുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷ് നാടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്ത്രങ്ങളായിക്കോട്ടെ മറ്റു പല വിഭാഗങ്ങളായിക്കോട്ടെ അവരെന്ത് ചെയ്യുണ്ടായി ഇന്ത്യയിലേക്ക് വൻതോതിൽ കൊണ്ടെത്തിക്കുകയുണ്ടായി. രണ്ടാമത്തെ റെയിൽവേയുടെ വ്യാപനം, എക്സ്പാൻഷൻ ഓഫ് റെയിൽവേ ആണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത്. റെയിൽവേയുടെ വ്യാപനത്തോടു കൂടി ഒട്ടുമിക്ക പ്രദേശങ്ങളിലും വളരെ പെട്ടെന്ന് വസ്തുക്കൾ എത്തിക്കുവാൻ ആർക്ക് സാധിച്ചു? ബ്രിട്ടീഷുകാർക്ക് സാധിക്കുകയുണ്ടായി. അതുമാത്രമല്ല ഇന്ത്യയിലുണ്ടായിരുന്ന റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തുകൊണ്ട് അസംസ്കൃത വസ്തുക്കൾ കളക്ട് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് നാട്ടിൽ കൊണ്ടുപോയി അവിടുന്ന് പ്രൊഡക്റ്റാക്കി മാറ്റി ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുവാനും ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യുണ്ടായി സാധിച്ചു. പിന്നെ ഇവിടുന്ന് ഒരു വസ്തു എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടാക്സ് കൂടുതലും ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടാക്സ് കുറവായിരുന്നു. ഇന്ത്യയിലുള്ള വസ്തുക്കൾ മറ്റ് പ്രദേശങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ അതിന് നികുതി എങ്ങനെയായിരുന്നു? വളരെ കൂടുതലായിരുന്നു. കയറ്റുമതി ചെയ്യുന്ന സമയത്ത് നികുതി വളരെ കൂടുതലായിരുന്നു. അതേസമയത്ത് ബ്രിട്ടീഷ് നാടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന സമയത്ത് നികുതി വളരെ കുറവുമായിരുന്നു. അപ്പോൾ അതിലൂടെ ഒരുപാട് ലാഭം ഉണ്ടാക്കിയെടുക്കുവാൻ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യുകയുണ്ടായി സാധിക്കുകയും ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ
വളരെ ചുരുങ്ങിയ വേതനത്തിന്, ലോ വേജസിന് വളരെ ചുരുങ്ങിയ വേതനത്തിന് ഇന്ത്യയിൽ നിന്നും ഒരുപാട് ലേബേഴ്സിന് അല്ലെങ്കിൽ ഒരുപാട് തൊഴിലാളികളെ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയും ചെയ്തു. ഈ അവസരത്തിലാണ് ഇന്ത്യയിലെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ പരമ്പരാഗത വ്യവസായങ്ങൾ പൂർണ്ണമായും തകർച്ചയെ നേരിടുകയും ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച ഏറ്റവും കൂടുതലായി ബാധിച്ചത് അർബൻ സെക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു നഗരമേഖലയായിരുന്നു. അപ്പോൾ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന പല നഗരങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുണ്ടായി, തകർച്ചയെ നേരിട്ടു. എന്തുകൊണ്ടായിരിക്കാം? കാരണം നമ്മളീ പറഞ്ഞ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ വ്യവസായങ്ങൾ, പരമ്പരാഗത വ്യവസായങ്ങൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് നഗരങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് ഈ നഗരങ്ങളിൽ അല്ലെങ്കിൽ ഈ പരമ്പരാഗത വ്യവസായങ്ങൾ തകർന്നപ്പോൾ അത് ഇന്ത്യയിലെ പല നഗരങ്ങളുടെയും തകർച്ചയെ കാരണമായി തീരുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ അന്ന് ജോലി നഷ്ടപ്പെട്ട പല വർക്കേഴ്സും പല തൊഴിലാളികൾ എന്ത് ചെയ്യുകയുണ്ടായി, കൃഷിയിലേക്ക് തിരിയുകയും ചെയ്തു. അങ്ങനെ കൃഷിയിലേക്ക് തിരിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ കൃഷി ചെയ്യുകയും അത് കൃഷിയിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കുകയും ചെയ്തു. കാരണം ഇത്രയും ബൾക്കായിട്ട് ആൾക്കാർ കൃഷിയിലേക്ക് തിരിഞ്ഞപ്പോൾ ആ ഒരു കൃത്യമായ സമയത്ത് നമുക്ക് എന്തെങ്കിലും സാധിച്ചില്ല, കൂടുതലായി ഉൽപ്പാദിപ്പിക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാർഷിക മേഖലയുടെ ഒരു ഘടന തന്നെ എന്ത് ചെയ്യുകയുണ്ടായി, മാറുകയും ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യം ജസ്റ്റ് അറിഞ്ഞാൽ മതി. നമുക്ക് ആ പോയിന്റ് എന്തുകൊണ്ടാണ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ പരമ്പരാഗത വ്യവസായങ്ങൾ തകർന്നത്, ആ ഒരു 4-5 പോയിന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അത്രയും പോയിന്റ് നിങ്ങൾ പഠിച്ചിരുന്നാൽ മതിയാകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഏരിയയിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ വർക്കേഴ്സ്. ഇന്ത്യയിലെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യകാലത്ത് ഈ മോഡേൺ ഇൻഡസ്ട്രീസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ ആധുനിക രീതിയിലുള്ള വ്യവസായങ്ങളൊന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യയിലേക്ക് ഈ മോഡേൺ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ആധുനിക വ്യവസായങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ചത് ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള കുടിൽ വ്യവസായമാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അതായത് കയർ വ്യവസായം അല്ലെങ്കിൽ കശുവണ്ടി, ബീഡി അങ്ങനെയൊക്കെയുള്ള വ്യവസായങ്ങളാണ് കൂടുതലായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലേക്ക് മോഡേൺ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ആധുനിക വ്യവസായങ്ങൾ എത്തിച്ചത് ആരെയായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയാണ് ഇന്ത്യയിലേക്ക് മോഡേൺ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ അന്ന് ഈ ആധുനിക വ്യവസായങ്ങൾക്ക് വേണ്ടി ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് ലേബേഴ്സിനെ വേണ്ടി വന്നു, ഒരുപാട് തൊഴിലാളികൾ എന്ത് ചെയ്യേണ്ടി വന്നു, വേണ്ടി വരികയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരുപാട് ആളുകളെ അവരെന്ത് ചെയ്തു, ഈ വ്യവസായങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ അത് ഏറ്റവും കൂടുതലായി വർക്കേഴ്സിനെ തന്നെ എന്ത് ചെയ്തു, പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് എത്തി, ഇന്ത്യയിലെ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചു. പക്ഷേ ഇന്ത്യയിലുണ്ടായിരുന്ന തൊഴിലാളികളെ എന്ത് ചെയ്തു, നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ലേബേഴ്സ് എന്ത് ചെയ്യുകയുണ്ടായി, നേരിടുകയും ചെയ്തിരുന്നു. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്. ഇന്നത്തെ പോലെ ഇന്ന് നമുക്കറിയാം ഇന്ന് എത്ര മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുന്നത്? ഇന്ന് നമുക്ക് 8 മണിക്കൂറാണ് നമ്മൾ കൂടുതലായിട്ടും ജോലി ചെയ്യുന്നത് അല്ലേ. ആദ്യകാലത്തിൽ അങ്ങനെയൊന്നുമല്ല, ഒരു 8 മണിക്കൂർ ആയിരുന്നില്ല, 10 മണിക്കൂറോ 12 മണിക്കൂറോ അതിൽ കൂടുതൽ സമയങ്ങൾ എന്ത് ചെയ്യുണ്ടായി, ഒരുപാട് ആളുകൾ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇന്നാണ് നമുക്ക് അറിയാവുന്നതാണ് 8 മണിക്കൂറുകൾ ജോലി. നമ്മൾ അപ്പോൾ ഒരു രാവിലെ 8 മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകിട്ട് 5 മണിക്ക് ഇറങ്ങും, അല്ലെങ്കിൽ ഒരു 8 മണിക്കൂറിനകത്തുള്ള ജോലി മാത്രമേ ഉള്ളൂ. കൂടുതലാണെങ്കിൽ എന്താണ്, അത് ഓവർ ടൈമാണ് കൂടുതലായും ചെയ്യുന്നത്, അതിന് പ്രത്യേകമായിട്ടൊരു ശമ്പളമുണ്ട്. പക്ഷേ നമ്മളീ പറഞ്ഞ ആദ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്തെക്കുറിച്ച് പറഞ്ഞാൽ വർക്കേഴ്സിന് എന്തില്ല, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെ, ഫിക്സ്ഡായ രീതിയിൽ ജോലി ചെയ്യുക, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ജോലി ചെയ്യുക എന്നൊരു സമയനിഷ്ഠയൊന്നും എന്നുണ്ടായിരുന്നില്ല, ആദ്യകാലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് നേരം ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് എന്തിൻ്റെ വരികയുണ്ടായി, ജോലി ചെയ്യേണ്ടി വരികയും ചെയ്തു. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്. അപ്പോൾ അവരുടെ ജോലി സമയം എങ്ങനെയായിരുന്നു, കൂടുതലായിരുന്നു. നമ്മൾ സാധാരണ പോലെയല്ല, അവരുടെ ജോലി സമയം ഒരുപാട് കൂടുതലായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ് മെഗർ വേജസ്. വളരെ തുച്ഛമായ ശമ്പളം മാത്രമാണ് ഉണ്ടായിരുന്നത്. മെഗർ വേജസ് മീൻസ് വളരെ തുച്ഛമായ ശമ്പളം മാത്രമാണ് തൊഴിലാളികൾക്കുണ്ടായിരുന്നത്. അപ്പോൾ അവർ ജോലി ചെയ്യുന്നതിന് ആനുപാതികമായിട്ടുള്ള ശമ്പളമൊന്നും ലഭിച്ചിരുന്നില്ല. ഇന്നത്തെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. ഇന്നിപ്പോൾ ഏതൊരു ജോലി ചെയ്തു കഴിഞ്ഞാലും അതിന് ആസ്പദമായിട്ടുള്ള ശമ്പളമുണ്ട്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയപ്പെടുമ്പോൾ അവർ ജോലി ചെയ്യുന്നതിന് ആനുപാതികമായിട്ടുള്ള ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളമാണ് ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നത്. അപ്പം മികർ വേജസ്. ലാസ്റ്റ് വൺ അൺഹെൽത്തി അക്കോമഡേഷൻ. നല്ലൊരു താമസ സൗകര്യം പോലും ആർക്കുണ്ടായിരുന്നില്ല, ഇന്ത്യയിലെ തൊഴിലാളികൾക്കുണ്ടായിരുന്നില്ല. കാരണം ഒരു അക്കോമഡേഷൻ നല്ല ഫുഡോ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഈ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും പല സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും അക്കോമഡേഷൻ നൽകുന്നുണ്ട്. പക്ഷേ ഇവിടത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരു അൺഹെൽത്തി അക്കോമഡേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ നല്ല ഫുഡ് നൽകുവാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു താമസ സൗകര്യം നൽകുവാനോ ഒന്നും അന്ന് പല കമ്പനികളും തയ്യാറായിരുന്നില്ല. അപ്പോൾ അത് നെഗറ്റീവായിട്ട് ആരെ ബാധിച്ചു, ഇന്ത്യയിലെ തൊഴിലാളികളെ ബാധിക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരു അൺഹെൽത്തി അക്കോമഡേഷൻ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ളൊരു ജീവിത സാഹചര്യമല്ല ആർക്കുണ്ടായിരുന്നത്, ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നത്. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ എന്ത് ചെയ്യുണ്ടായി, നേരിടുകയും ചെയ്തു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്,
ഇന്ന് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് ട്രേഡ് യൂണിയൻസ് ഉണ്ട്, ഒരുപാട് തൊഴിലാളി സംഘടനകളുണ്ട്. പക്ഷേ ഇത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായതുകൊണ്ട്, തുടക്കത്തിൻ്റെ ഒരു സ്റ്റേജിലായതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുവാനൊന്നും ആ ഒരു കാലഘട്ടത്തിൽ സംഘടനകളൊന്നും എന്ത് ചെയ്യില്ല, ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെതിരെ ആദ്യം സ്ട്രൈക്ക് വളരെ കുറവായിരുന്നെങ്കിലും പിൽക്കാലഘട്ടത്തിൽ ബോംബെ, കൽക്കത്ത പോലെയുള്ള പല പ്രദേശങ്ങളിലെയും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടായി, ഇതിനെതിരെ സ്ട്രൈക്ക് നടത്തിയെങ്കിലും അത്തരം സ്ട്രൈക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല, വിജയിച്ചിട്ടില്ല. കാരണം ഒരു മാസീവായിട്ടുള്ള സ്ട്രൈക്ക് നടത്തിയെങ്കിൽ മാത്രമേ എല്ലായ്പ്പോഴും വിജയം കാണുകയുള്ളൂ. കാരണം എല്ലായ്പ്പോഴും ഒരു ബഹുജന പ്രക്ഷോഭം നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് വിജയം നേടുവാൻ സാധിക്കുകയായിരുന്നുള്ളൂ. പക്ഷേ ആദ്യ കാലഘട്ടത്തെക്കുറിച്ച് പറയപ്പെടുമ്പോൾ ഒരു മാസീവ് രീതിയിൽ സ്ട്രൈക്ക് നടത്തുവാനെന്നും ഒരുപാട് ആൾക്കാരെ ചേർത്തുകൊണ്ട് ഒരു സ്ട്രൈക്ക് നടത്തുവാനെന്നും ആദ്യ കാലഘട്ടത്തിൽ സാധിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആര് നേരിടുകയുണ്ടായി, ഇന്ത്യയിലെ വർക്കേഴ്സ് നേരിടുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ 3 പോയിന്റ് പഠിച്ചിരുന്നാൽ മതി. 3 മാർക്കാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ വർക്കേഴ്സ്. ഇപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലേക്ക് മോഡേൺ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ആ വ്യവസായങ്ങൾക്ക് വേണ്ടി ഒരുപാട് ലേബേഴ്സിന് ആവശ്യമായിരുന്നു, ഒരുപാട് തൊഴിലാളികളെ ആവശ്യമായിരുന്നു. അങ്ങനെ ഇന്ത്യയിലുള്ള ഒരുപാട് തൊഴിലാളികൾ എന്ത് ചെയ്യുകയുണ്ടായി, ഈ പറഞ്ഞ വ്യവസായങ്ങളിലേക്ക് കൊണ്ടുവരികയുണ്ടായി. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിട്ടിരുന്നു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്, ഒരുപാട് നേരം എന്ത് ചെയ്യേണ്ടി വരികയുണ്ടായി, ജോലി ചെയ്യേണ്ടി വരികയുണ്ടായി. പിന്നെ മെഗർ വേജസ്, വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളം മാത്രമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ എന്താണ്, അൺഹെൽത്തി അക്കോമഡേഷൻ, നല്ലൊരു ജീവിത സാഹചര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു വാസസ്ഥലമോ അല്ലെങ്കിൽ നല്ല ഫുഡോ ഒന്നും അല്ല ആഹാരമൊന്നും അവർക്ക് അന്ന് ലഭിക്കുകയും ചെയ്തിരുന്നില്ല. ഇതിനെതിരെ ആദ്യ കാലഘട്ടത്തിൽ സ്ട്രൈക്ക് എങ്ങനെ വളരെ കുറവായിരുന്നു. പിന്നീടാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഒരുപാട് ട്രേഡ് യൂണിയൻസ്, തൊഴിലാളി സംഘടനകൾ ആരംഭിക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്, ഈ പാഠത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിലേക്കാണ്. സാധാരണയായിട്ട് എല്ലായ്പ്പോഴും 4 മാർക്ക് ചോദിച്ച് കാണപ്പെടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് 1857 റിവോൾട്ട്. 1857 റിവോൾട്ട് 1857 കലാപം, അല്ലെങ്കിൽ അതറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം. വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ കൂടിയാണ്. നമ്മൾ നേരെ പോകുന്നത് 4 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയിലേക്കാണ് പോകുന്നത്. എന്തായിരുന്നു 1857 റിവോൾട്ട്, 1857 കലാപം, അല്ലെങ്കിൽ അതറിയപ്പെടുന്ന മറ്റൊരു പേര് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ നമുക്കറിയാം 1857 കലാപത്തിന് മുന്നേ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിൽ ഒരുപാട് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ ഈ പാഠം തുടങ്ങിയ സമയത്ത് തന്നെ ഇതിനകത്ത് ഒരുപാട് റിവോൾട്ട് നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയായിരുന്നു? ഇൻഡിഗോ റിവോൾട്ട് നമ്മൾ പഠിച്ചായിരുന്നു, നീലം കർഷകരുടെ കലാപത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു, മലബാർ കലാപത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു, അതേപോലെ കുറിച്യ കലാപത്തെക്കുറിച്ച് പഠിച്ചായിരുന്നു. ഇങ്ങനെ ഒരുപാട് സമരങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമരങ്ങളിലെല്ലാം ഏറ്റവും വലിയ പ്രത്യേകത ഏതെങ്കിലും ഒരു ലോക്കൽ ഏരിയയിൽ മാത്രം ഒതുങ്ങി നിന്നു. ഓരോ ആൾക്കാർ എന്ത് ചെയ്തു, അവരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യ കാലഘട്ടത്തിൽ ശ്രമിച്ചത്. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്തു, ഒരു ലോക്കൽ ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയുണ്ടായി. ഒരുപാട് പ്രദേശങ്ങളിൽ വ്യാപിക്കാതെ ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രമാണ് കൂടുതലായി എന്ത് ചെയ്തത്, ഒതുങ്ങി നിൽക്കുകയും ചെയ്തത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി 1857 കലാപത്തെക്കുറിച്ച് പറയപ്പെടുമ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന ഒട്ടുമിക്ക വിഭാഗങ്ങളും ആദ്യമായും ഒരുമിച്ച് പങ്കെടുത്ത ഒരു സമരമായിരുന്നു 1857 കലാപം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡിഗോ റിവോൾട്ടിനെ കുറിച്ച് പറഞ്ഞാൽ അതിൽ ആര് മാത്രമേ ഉള്ളൂ, നീലം കർഷകർ മാത്രമേ ഉള്ളൂ. മലബാർ കലാപത്തെക്കുറിച്ച് പറഞ്ഞാൽ മലബാറിലെ മാപ്പിളമായ കർഷകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറിച്യ കലാപമാണെങ്കിലോ അവിടെയും ആ വയനാട്ടിലുണ്ടായിരുന്ന കുറിച്യരും കുറുമ്പരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ആദ്യകാല സമരങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഓരോ ലോക്കൽ ഏരിയയിലെയും ഓരോ പ്രദേശങ്ങളിലെയും ആൾക്കാർ അവരുടെ അവകാശങ്ങൾ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്തത്, സമരം ആരംഭിച്ചത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യമായി ഇന്ത്യയിലെ വിവിധങ്ങളായ വിഭാഗങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച ഒരു മാസീവ് സ്ട്രഗിളായിരുന്നു 1857 കലാപം, അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആ പേര് തന്നെ ഉണ്ട്, ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പം ഒട്ടുമിക്ക വിഭാഗങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് കൊണ്ട് തന്നെയാണത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നത്. 1857 കലാപം ആരംഭിച്ചത്. അതുകൊണ്ടാണത് 1857 കലാപം എന്ന പേരിൽ
അറിയപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റിനകത്ത് നമുക്കിത് എളുപ്പത്തിൽ പഠിക്കുന്നതിന് വേണ്ടി കുറച്ചിൻ്റെ കോസസ് അല്ലെങ്കിൽ കാരണങ്ങൾ നമുക്ക് വളരെ സിമ്പിളായി പഠിച്ചു പോകാം. ടെക്സ്റ്റിനകത്ത് അങ്ങനെ കോസസ് ആരും എടുത്ത് പറഞ്ഞു പോകുന്നില്ല, ഇതാണ് ഇതിൻ്റെ കോസസ് എന്ന് എടുത്ത് പറഞ്ഞു പോകുന്നില്ല. അവരെ പോയിന്റ് പറയുന്നുണ്ടെങ്കിലും ഇന്ന കോസസ് ഇന്ന കാരണങ്ങളാണെന്ന് എടുത്ത് പറഞ്ഞു പോകുന്നില്ല. നിങ്ങൾ ആ കാരണങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പഠിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നോക്കാനുള്ളത് ഇതിൻ്റെ കോസസ് ആണ്. ഫസ്റ്റ് നമ്മൾ നോക്കാനുള്ളത് ഇതിൻ്റെ കോസസ് ആണ്. അതായത് 1857 കലാപം ആരംഭിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഏതൊരു കലാപം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന് പിറകിൽ എന്ത് കാണും, ഒരു കാരണം ഉണ്ടായിരിക്കും. നമ്മൾ ഇൻഡിഗോ റിവോൾട്ടെ കുറിച്ച് പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്, നീലം കർഷകർ നേരിട്ട പ്രശ്നങ്ങളാണ് നീലം കർഷകരുടെ കലാപത്തിലേക്ക് എത്തിച്ചത്. മലബാർ കലാപമാണെങ്കിലോ ബ്രിട്ടീഷർ ഏർപ്പെടുത്തിയിരുന്ന അമിതമായിട്ടുള്ള നികുതിയും അജ്ഞന്മാരുടെ പ്രവർത്തനങ്ങളുമായിരുന്നു. അതുപോലെ കുറിച്യ കലാപമാണെങ്കിലോ അതും അതുതന്നെയാണ്, നികുതി പരിഷ്കാരങ്ങൾ. ഇതേപോലെ 1857 കലാപം ആരംഭിക്കുന്നതിനും നിരവധി കാരണങ്ങൾ, ഒരു കാരണമല്ല നിരവധി കാരണങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോസ് പറഞ്ഞാൽ പൊളിറ്റിക്കൽ കോസസ്. ഫസ്റ്റ് പോയിന്റ് പൊളിറ്റിക്കൽ കോസ്. നിങ്ങൾ പോയിന്റ് കുറിച്ച് നോക്കിക്കൊള്ളുക, ടെക്സ്റ്റിനകത്ത് അങ്ങനെ എടുത്ത് പറഞ്ഞു പോകുന്നില്ല. ഫസ്റ്റ് പോയിന്റ് പൊളിറ്റിക്കൽ കോസസ് അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണം. ഫസ്റ്റ് കോസസ് പൊളിറ്റിക്കൽ കോസസ് അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണം. എന്തായിരിക്കാം കാരണം? ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ 2 സമ്പ്രദായങ്ങളാണ് ഇതിൻ്റെ പൊളിറ്റിക്കൽ കോസസായി മാറിയത്. ഫസ്റ്റ് പോയിന്റ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്. ഫസ്റ്റ് പോയിന്റ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്, ദത്തവകാശ നിരോധന നയം. ഫസ്റ്റ് പോയിന്റ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് അല്ലെങ്കിൽ ദത്തവകാശ നിരോധന നയവും. രണ്ടാമത്തേത് അനക്സേഷൻ പോളിസി. രണ്ടാമത്തെ പോയിന്റ് കൂടെ വരുന്നത് അനക്സേഷൻ പോളിസി അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കൽ നയം. അപ്പോൾ 2 നയങ്ങൾ ഇതിൻ്റെ പൊളിറ്റിക്കൽ കോസിനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, രാഷ്ട്രീയ കാരണം എന്തായിരുന്നു? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്, ദത്തവകാശ നിരോധന നയവും. രണ്ടാമത്തേത് അനക്സേഷൻ പോളിസി, കൂട്ടിച്ചേർക്കൽ നയവും. ഓക്കെ, ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇതിന് മുന്നേ ബ്രിട്ടീഷുകാർ മുന്നേയുള്ള കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാജാവിന് മക്കളില്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു, ദത്തെടുക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാജാവിന് അടുത്ത തലമുറയ്ക്ക് വേണ്ടി മക്കളില്ലെന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും ഒരു അടുത്ത സ്ഥാനത്തേക്ക് ഒരാളെ കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നേരത്തെ എന്ത് ചെയ്യാൻ സാധിച്ചു, മക്കളെ ദത്തെടുക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ബ്രിട്ടീഷർ ഏർപ്പെടുത്തിയ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ഡൽഹൌസി പ്രഭു, അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലെങ്കിൽ ദത്തവകാശ നിരോധന നയം അനുസരിച്ച് ഇന്ത്യയിലെ ഏതെങ്കിലും രാജാക്കന്മാർക്ക് മക്കളില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തുടർന്ന് മക്കളെ ദത്തെടുക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ആ പ്രദേശം ആര് കൂട്ടിച്ചേർക്കും, ബ്രിട്ടീഷുകാർ കൂട്ടിച്ചേർക്കും. ആ 2 പോളിസീസ്, ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്തവകാശ നിരോധന നയം. അപ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും രാജാക്കന്മാർക്ക് മക്കളില്ലെന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മക്കളെ ദത്തെടുക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ആ പ്രദേശം, നെക്സ്റ്റ് പോയിന്റ് തന്നെയാണ് അനക്സേഷൻ പോളിസി, ആ പ്രദേശം എന്ത് ചെയ്യും, ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കൽ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ പല പ്രദേശങ്ങളും, അവധ്, സത്താര പോലെയുള്ള പല പ്രദേശങ്ങളും എന്ത് ചെയ്യുകയുണ്ടായി, ബ്രിട്ടീഷുകാർ കൈക്കലാക്കുകയും ചെയ്തു. അതെന്തിനു കാരണമായി, ഒരു റിവോൾട്ട് ആരംഭിക്കുന്നതിന് ആരെ പ്രേരിപ്പിച്ചു, കിങ്സ് അല്ലെങ്കിൽ രാജാക്കന്മാരെ പ്രേരിപ്പിച്ചു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിവോൾട്ടിൽ ആര് പങ്കെടുത്തു പറയാം നമുക്ക്, കിങ്സ്, രാജാക്കന്മാർ പങ്കെടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, പൊളിറ്റിക്കൽ കോസസ് ആണ് അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണമാണ്. അപ്പം ബ്രിട്ടീഷർ ഏർപ്പെടുത്തിയ 2 പോളിസീസ് ഇംപ്ലിമെൻറ്റ് ബൈ ദ ബ്രിട്ടീഷ്. ഫസ്റ്റ് വൺ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആൻഡ് അനക്സേഷൻ പോളിസി. ഈ 2 പോളിസീസ് അനുസരിച്ച് എങ്ങനെയാണ് ഇന്ത്യയിലെ ഏതെങ്കിലും രാജാക്കന്മാർക്ക് മക്കളില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അടുത്ത് മക്കൾ ദത്തെടുക്കാൻ സാധിക്കാതെ വരികയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ആ പ്രദേശം ആര് പിടിച്ചെടുക്കും, ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, അപ്പം പറഞ്ഞ പോലെ ദ ബ്രിട്ടീഷ് റൂൾ ഹാഡ് അഡ്വേഴ്സ്ലി അഫക്ട് ദ കിങ്സ് ടു. ബ്രിട്ടീഷുകാരുടെ ഭരണം കൂടുതലായി ബാധിച്ച ഒരു കൂട്ടം ആൾക്കാർ ആരും ഉണ്ടായിരുന്നു, രാജാക്കന്മാരും ഉണ്ടായിരുന്നു. ഇൻ അഡീഷൻ ടു ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദ പ്രിൻസിലി സ്റ്റേറ്റ്സ് വെയർ കണക്റ്റഡ് ഓഫ് ഇൻഎഫിഷ്യൻറ്റ് റൂൾ ആൻഡ് വെർ അനക്സ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അനുസരിച്ച് അല്ലെങ്കിൽ ദത്തവകാശ നിരോധന നയം അനുസരിച്ച് ഇന്ത്യയിലെ ഏതെങ്കിലും രാജാക്കന്മാർക്ക് മക്കളില്ലെന്നുണ്ടെങ്കിൽ ആ പ്രദേശം ആരനക്സ് ചെയ്യും, ബ്രിട്ടീഷുകാർ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അങ്ങനെ വന്നപ്പോൾ ഈ ഒരു റിവോൾട്ടിൻ്റെ മുൻപന്തിയിലേക്ക് ആരും ഉണ്ടായിരുന്നു, കിങ്സ് അല്ലെങ്കിൽ രാജാക്കന്മാരും ഉണ്ടായിരുന്നു. ആണ് ഫസ്റ്റ് അതിൻ്റെ കോസസ്. ഓക്കെ, നെക്സ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാലോ സോഷ്യൽ കോസസ്. ഇതിൻ്റെ രണ്ടാമത്തെ കാരണമായിട്ട് എടുത്ത് പറയപ്പെടുന്നത് ടെക്സ്റ്റിനകത്ത് പറയുന്നില്ല, സോഷ്യൽ കോസസ് ആണ്, സാമൂഹ്യ കാരണമാണ്. നമ്മൾ പഠിച്ച കോസാണ്. എന്തായിരിക്കും സംഭവം, പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ പെസൻസ്
പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ പെസൻസ്. അതായത് ഇന്ത്യയിലെ കർഷകർ നേരിട്ട പ്രശ്നങ്ങളാണ് ഇതിൻ്റെ സോഷ്യൽ കോസായി മാറിയത്. പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ പെസൻസ്, ഇന്ത്യയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇതിൻ്റെ സോഷ്യൽ കോസ് അല്ലെങ്കിൽ സാമൂഹ്യ കാരണമായി മാറിയത്. നമ്മളത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ അമിതമായിട്ടുള്ള ലാൻഡ് റവന്യൂ പോളിസി അല്ലെങ്കിൽ ടാക്സ് കളക്ഷൻ, ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ അമിതമായിട്ടുള്ള ഭൂനികുതി സമ്പ്രദായങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇന്ത്യയിലെ കർഷകരെയായിരുന്നു. കാരണം ബ്രിട്ടീഷുകാർക്ക് മുന്നേയും ഇന്ത്യയിലെ കർഷകർ നികുതി കൊടുത്തിരുന്നു, പണമായിട്ടല്ല, മറിച്ച് എങ്ങനെയായിരുന്നു, അവർ ഉൽപ്പാദിപ്പിക്കുന്ന എന്താണോ അതിൻ്റെ ഒരു ഭാഗമാണ് അവർ നികുതിയായി കൊടുത്തിരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ എന്നതിന് ശേഷം അവർ കമ്പൽസറി ആയിട്ട് ടാക്സ് എന്താവശ്യപ്പെട്ടു, മണി ആവശ്യപ്പെടുകയുണ്ടായി. അത് കൊടുക്കുവാൻ ഇന്ത്യയിലെ കർഷകർക്ക് സാധിച്ചില്ല. പല ആൾക്കാരും എന്ത് ചെയ്യുകയുണ്ടായി, മണി ലെൻഡേഴ്സിൽ നിന്നും പണം പലിശ കടമെടുക്കുകയുണ്ടായി. കൃത്യമായ സമയത്ത് തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ തങ്ങളുടെ ഭൂമി തിരിച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ഡീപ്പായി പഠിക്കണമെന്നില്ല, ഒരു പോയിന്റ് അറിഞ്ഞാൽ മതി. പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ പേസൻസ്, അതായത് ഇന്ത്യയിലെ കർഷകർ നേരിട്ട പ്രശ്നമാണ് ഇതിൻ്റെ സോഷ്യൽ കോസായി മാറിയത് അല്ലെങ്കിൽ സാമൂഹിക കാരണമായി മാറിയത്. അപ്പം ബ്രിട്ടീഷുകാരുടെ അനസ്പെക്റ്റഡായിട്ടുള്ള ഒരു ടാക്സേഷൻ അല്ലെങ്കിൽ നികുതി പരിഷ്കാരങ്ങളാണ് കർഷകരെ എന്ത് ചെയ്തത് ഇതിലേക്ക് എത്തിച്ചത്. അപ്പോൾ രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആര് പങ്കെടുക്കുകയുണ്ടായി, പെസൻസ് പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് രാജാക്കന്മാർ പങ്കെടുത്ത് പഠിച്ചു, കിങ്സ് പങ്കെടുത്ത് പഠിച്ചു. അതേപോലെ തന്നെയാണ് രണ്ടാമത് പറയപ്പെടുന്ന സമയത്ത് അതിൽ ആരും ഉണ്ടായിരുന്നു, പെസൻസ് അല്ലെങ്കിൽ കർഷകർ എന്ത് ചെയ്യുകയുണ്ടായി, ഈ റിവോൾട്ടിൽ പങ്കെടുക്കുകയുണ്ടായി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ റിവോൾട്ടിലും എല്ലാ സമരങ്ങളിലും ഏതെങ്കിലും ഒരു കൂട്ടം ആൾക്കാർ മാത്രമേ, ഒന്നെങ്കിൽ പെസൻസോ വർക്കേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടം ആൾക്കാർ മാത്രമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. പക്ഷേ ഇവിടെ സ്ഥിതി അങ്ങനെയല്ല, മറിച്ച് സമൂഹത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് 1857 കലാപദ്ധീയത നയിച്ചത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കിങ്സ് ഉണ്ടായിരുന്നു, രാജാക്കന്മാർ പങ്കെടുക്കുകയുണ്ടായി. രണ്ടാമത് പെസൻസ് അല്ലെങ്കിൽ കർഷകർ എന്ത് ചെയ്യുകയുണ്ടായി, ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. സ്പീഡ് കൂടുന്നുണ്ടോ? ആർക്കെങ്കിലും സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ, ഇനി നമ്മളിതിൻ്റെ മൂന്നാമത്തെ കോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ എക്കോണമിക് കോസസ് ആണ്. എക്കോണമിക് കോസസ് മൂന്നാമത്തെ കാരണം സാമ്പത്തിക കാരണം. നിങ്ങൾ ഈ പോയിന്റ് കുറിച്ച് പോയിക്കോളൂ കേട്ടോ. ടെക്സ്റ്റിനകത്ത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കി അറിയാൻ പറ്റും, അവിടെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു 1-2 പാരഗ്രാഫിനകത്ത് ഒരുമിച്ച് കൊടുത്താണ് പോകുന്നത്. അതങ്ങാണ്ട് എളുപ്പം നിങ്ങൾക്ക് പഠിക്കുന്നതായിരിക്കും എളുപ്പം. ഈ പോയിന്റ് വെച്ച് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പൊളിറ്റിക്കൽ കോസ്റ്റ് പറഞ്ഞു, രണ്ടാമത് സോഷ്യൽ കോസ്റ്റ് പറഞ്ഞു, മൂന്നാമത് പോകുന്നത് എക്കോണമിക് കോസ്റ്റ് അല്ലെങ്കിൽ സാമ്പത്തിക കാരണം. എന്തായിരിക്കാം ഇവിടെ ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ വർക്കേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ആര് നേരിട്ട പ്രശ്നങ്ങളാണ്, പെസൻസ് അല്ലെങ്കിൽ കർഷകർ നേരിട്ട പ്രശ്നമാണ് ഇതിൻ്റെ സോഷ്യൽ കോസ്റ്റായി മാറിയത് അല്ലെങ്കിൽ സാമൂഹിക കാരണമായി മാറിയത്. അതിൽ വ്യത്യസ്തമായി നമ്മൾ നേരെ പോകുന്നത് എക്കോണമിക് കോസ്റ്റിലാണ്. അവിടെ പ്രശ്നം എന്തായിരുന്നു, വർക്കേഴ്സ് നേരിട്ട പ്രശ്നങ്ങളാണ്. പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ വർക്കേഴ്സ്. ഇന്ത്യയിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇതിൻ്റെ സാമ്പത്തിക കാരണമായി മാറിയത്. നമ്മളിപ്പോൾ ആദ്യം പഠിച്ചു കഴിഞ്ഞാണ്, ഇന്നത്തെ ആദ്യ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു. കാരണം എന്തൊക്കെയായിരുന്നു, വളരെ തുച്ഛമായ ശമ്പളമായിരുന്നു, അവർക്ക് ഒരുപാട് നേരം ജോലി ചെയ്യേണ്ടി വരികയുണ്ടായി, നല്ലൊരു ഫുഡോ അല്ലെങ്കിൽ അക്കോമഡേഷനോ അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, ലഭിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇന്ത്യയിലെ വർക്കേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇതിൻ്റെ എക്കോണമിക് കോസ്റ്റായി മാറുകയും ചെയ്തത്, സാമ്പത്തിക കാരണമായി മാറുകയും ചെയ്തത്. അവിടെ നിങ്ങൾ ഈ പോയിന്റ് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയാൽ മതി. പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ വർക്കേഴ്സ്, ഇന്ത്യയിലെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇതിൻ്റെ സാമ്പത്തിക കാരണമായി മാറിയത്. അപ്പോൾ അതിൽ ആരും പങ്കെടുക്കുകയുണ്ടായി, വർക്കേഴ്സ് അല്ലെങ്കിൽ ലേബേഴ്സ് പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ 3 കൂട്ടം ആൾക്കാർ ഇപ്പം ആയിട്ടുണ്ട്, രാജാക്കന്മാരായി, കർഷകരായി, അതുപോലെ ആരുമായി, തൊഴിലാളികളും ആയി. ഓക്കെ, ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 പോയിന്റ് പഠിക്കാനുള്ളത്. നമുക്കിതിൻ്റെ 3 കോസ്റ്റ് നമ്മൾ പഠിച്ചു. പൊളിറ്റിക്കൽ കോസ്റ്റ്, സോഷ്യൽ കോസ്റ്റ്, എക്കോണമിക് കോസ്റ്റസ്. രാഷ്ട്രീയ കാരണം പഠിച്ചു, നമ്മൾ സാമൂഹിക കാരണം പറഞ്ഞു, മൂന്നാമത്തത് സാമ്പത്തിക കാരണവും പറഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് മിലിറ്ററി കോസസ്. 4ാമത്തെ പോയിന്റ് മിലിറ്ററി കോസസ് അല്ലെങ്കിൽ സൈനിക കാരണം. 4ാമത്തെ പോയിന്റ് മിലിറ്ററി കോസസ് അല്ലെങ്കിൽ സൈനിക കാരണം. അപ്പം നമ്മൾ ആ ടെക്സ്റ്റിൽ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഈ മിലിറ്ററി കോസസാണ് ആദ്യം എടുത്ത് പറഞ്ഞു പോകുന്നത്. പക്ഷെ അതല്ല, നമുക്ക് അതിന് മുന്നേ വേറെ ഒരുപാട് കോസ്റ്റ് ആദ്യം പഠിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് പറയപ്പെടുന്നത് മിലിറ്ററി കോസ്റ്റ് അല്ലെങ്കിൽ സൈനിക കാരണമായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ അന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരുപാട് സൈനികരുണ്ടായിരുന്നു. അവരറിയപ്പെട്ടത് ഷിപ്പായിസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന, ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ഇന്ത്യക്കാരുണ്ടായിരുന്നു. ആ ഇന്ത്യക്കാരെ അവർ വിശേഷിപ്പിച്ചത് ഷിപ്പായിസ് എന്ന പേരിലായിരുന്നു. പക്ഷേ ഒരു തെറ്റിലുള്ള പ്രത്യേകത,
ഒരു വിവേചനം, ഒരു ഡിസ്ക്രിമിനേഷൻ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. കാരണം ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും എന്ത് ചെയ്യണം, ഒരുമിച്ച് ജോലി ചെയ്യുകയാണ്. ബ്രിട്ടീഷുകാരുടെ ആർമിയിൽ ഇവർ ഒരുമിച്ച് ജോലി ചെയ്യുകയാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും ഇവർ തമ്മിൽ എന്തുണ്ടായിരുന്നു, വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം ഒരു ഹയർ പൊസിഷനിലേക്ക് എത്താനുള്ള, അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്താനുള്ള അനുവാദം ആർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവകാശം ആർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബ്രിട്ടീഷുകാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുമാത്രമല്ല ഹയർ സാലറി, ഉയർന്ന ശമ്പളവും ആർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബ്രിട്ടീഷുകാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഫുഡ്, നല്ല അക്കോമഡേഷൻ, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും, എല്ലാ സൗകര്യങ്ങളും ആർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ബ്രിട്ടീഷുകാരുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ പട്ടാൾക്കാർക്കിടയിൽ ഒരു വിഭജനം ഉണ്ടായിരുന്നു. കാരണം ചുരുങ്ങിയ ശമ്പളമാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് നേരം അവർക്ക് ജോലി ചെയ്യേണ്ടി വരികയുണ്ടായി. നല്ല ആഹാരമോ നല്ല ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും അവർക്ക് ലഭിക്കുകയും ചെയ്തില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ പട്ടാളക്കാർ, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ പട്ടാളക്കാർ, അറിയപ്പെട്ട ഷിപ്പായ്സ് എന്ന പേരിലാണ്, അവരെന്ത് ചെയ്യുകയുണ്ടായി, ഇതിനെതിരെ പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഫസ്റ്റ് പറയപ്പെടുന്നത് പുവർ സാലറി ആൻഡ് അബ്യൂസ് ബൈ ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. പുവർ സാലറി ആൻഡ് അബ്യൂസ് ബൈ ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്, അതായത് കുറഞ്ഞ ശമ്പളവും ബ്രിട്ടീഷുകാരുടെ അവഗണനയും. വേർ ദി മേജർ റീസൺ ഫോർ ദ റെസൻമെൻറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷിപ്പായ്സ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ പട്ടാളക്കാരെ കുറിച്ച് പറയപ്പെടുമ്പോൾ ഒരു സാലറി ആയിരുന്നു, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ശമ്പളമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ അബ്യൂസ് ബൈ ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്, അവർ ഒരുപാട് അവഗണന, ഇന്ത്യക്കാരായതുകൊണ്ട് ഒരുപാട് അവഗണന അവർക്ക് നേരിടേണ്ടി വരികയും ചെയ്യുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഷിപ്പായ്സ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യുകയുണ്ടായി, ഇതിൽ പോരാടാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ആര് പങ്കെടുത്തു? ഇപ്പോൾ ഇവിടെ കോസ് പറഞ്ഞ എന്തൊക്കെയായിരുന്നു? പുവർ സാലറിയും, അതുപോലെ അബ്യൂസ് ബൈ ദി ബ്രിട്ടീഷുകാരുടെ അവഗണനയുമാണ് ഇന്ത്യയിലെ ഷിപ്പായ്സ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്തതാ ഇതിലേക്ക് എത്തിച്ചത്. ഇതിൽ ആര് പങ്കെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആര് പറയും? മിലിറ്ററി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. മിലിറ്ററി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് അവരെ ഷിപ്പായ്സ് എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ ഇതേ സമരം നമ്മൾ പഠിച്ച 1857 റിവോൾട്ട്, കലാപം, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇതറിയപ്പെടുന്ന മറ്റു പേര് കൂടിയുണ്ട്, ഷിപ്പായി മ്യൂട്ടണി, അല്ലെങ്കിൽ ഷിപ്പായി ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? 1857 കലാപം തന്നെയായിരുന്നു. പിന്നെ നാലാമത്തെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററി കോസ്റ്റ് ആയിരുന്നു. സംഭവം എന്തായിരുന്നു? പെർ സാലറി ആൻഡ് അബ്യൂസ് ബൈ ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്, കുറഞ്ഞ ശമ്പളവും ബ്രിട്ടീഷുകാരുടെ ഇന്ത്യക്കാരുടെ അവഗണനയുമാണ് ഇന്ത്യയിലെ ഈ പറഞ്ഞ പട്ടാളക്കാരെ എന്ത് ചെയ്തത് ഈ കലാപത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ലാസ്റ്റ് നമുക്ക് ഒരു പോയിന്റ് പഠിക്കാനുണ്ട്. ഇമ്മീഡിയറ്റ് കോസസ്. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് കോസസ്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള കാരണം. ലാസ്റ്റ് പോയിന്റ് ഇമ്മീഡിയറ്റ് കോസസ്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള കാരണം. ഓക്കെ, ഈ സമയത്ത് ബ്രിട്ടീഷുകാരൊരു പുതിയൊരു എൻഫീൽഡ് റൈഫിൾസ്, അല്ലെങ്കിൽ പുതിയൊരു തോക്ക് കണ്ടുപിടിക്കുകയുണ്ടായി. അന്ന് ഈ നമുക്ക് യുദ്ധങ്ങൾക്ക് മറ്റും ഉപയോഗിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷർ എന്ത് ചെയ്യുകയുണ്ടായി? പുതിയൊരു തോക്ക്, ഒരു എൻഫീൽഡ് റൈഫിൾസ് കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പോൾ അന്നൊരു റൂമർ സ്പ്രെഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു വാർത്ത പ്രചരിച്ചത് ഇന്നത്തെ പോലെയുള്ള നമ്മൾ നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്ന ബുള്ളറ്റ് വെച്ച് അല്ലെങ്കിൽ വെടിയുണ്ട് നമുക്ക് പായിക്കാൻ പറ്റുന്ന തോക്കുകളായിരുന്നില്ല, മറിച്ച് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പ്രചരിച്ച വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തോക്കിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുണ്ട്, അതിൻ്റെ ഫാറ്റ്, പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുണ്ടെന്നൊരു വാർത്ത എന്ത് ചെയ്യുകയുണ്ടായി? പ്രചരിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ ഒരു വാർത്ത പ്രചരിക്കുകയും ചെയ്തു. ഇനി ഇന്ന് ഈ തോക്കിനെ കുറിച്ച് പറഞ്ഞാൽ ഈ തോക്കിൻ്റെ താഴ്വശത്തായിട്ട് ഒരു ഗ്രീസിൻ്റെ ആവരണമുണ്ട്. ആ ഗ്രീസിൻ്റെ ആവരണം നമ്മൾ എന്ത് ചെയ്യണം? വെടി വയ്ക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? കടിച്ച് കളയണം. അതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനകത്ത് തിര നിറയ്ക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. നിങ്ങളൊരു ആട് സിനിമയിലൊക്കെ കണ്ടു കാണും. ഫസ്റ്റിനകത്ത് കാണിക്കുന്നുണ്ട്, മറ്റേ ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ ആ തോക്കിൻ്റെ ഇത് പോകുന്നത്. അപ്പോൾ അതേപോലെ ആയിരുന്നു. അപ്പം ഇതിനെ തിര നിറയ്ക്കേണ്ടി വരും. ബുള്ളറ്റ് എല്ലാം മറിച്ച് തിര നിറയ്ക്കേണ്ടി വരും ഇതിനകത്ത്. അപ്പോൾ ആ തിര നിറയ്ക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ആ ഗ്രീസിൻ്റെ ആവരണം കടിച്ച് കളയണം. അപ്പോൾ അന്നൊരു വാർത്ത പ്രചരിച്ചത് ഈ ഗ്രീസിൻ്റെ ആവരണത്തിൽ പശുവിൻ്റെയും പന്നിയുടെയും ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പുണ്ട് എന്നൊരു വാർത്ത, അല്ലെങ്കിൽ ഒരു റൂമർ എന്ത് ചെയ്യണ്ടായി? സ്പ്രെഡ് ചെയ്യേണ്ടായി. അതിന് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോസ് തന്നെയാണ്. അപ്പോൾ അന്ന് ബ്രിട്ടീഷുകാർ പുതിയൊരു എൻഫീൽഡ് റൈഫിൾസ്, പുതിയൊരു തോക്ക് കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പോൾ അതൊരു വാർത്ത പ്രചരിച്ച് എന്തായിരുന്നു? ഈ തോക്കിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഈ തോക്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഗ്രീസിൻ്റെ ആവരണം കടിച്ച് തന്നെ കളയണം. അതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇതിനകത്ത് നമ്മൾ തിര നിറയ്ക്കുവാൻ പാടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പോൾ അന്ന് പ്രചരിച്ച വാർത്ത എന്തായിരുന്നു? പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ആർമി, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന മിലിറ്ററിയിൽ, അല്ലെങ്കിൽ നമ്മളടുത്ത് പറഞ്ഞ ഷിപ്പായ്സിൽ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു, മുസ്ലിംസും ഉണ്ടായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിംസും അന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്, ഈ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഹിന്ദുക്കൾക്ക് പശുവിനെ കുറിച്ച് പറഞ്ഞാൽ പുണ്യമൃഗവും, മുസ്ലിംസ് ആണെങ്കിൽ പന്നിയാണെന്നുണ്ടെങ്കിൽ ഹറാമുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കൂട്ടം ആൾക്കാരും എന്ത് ചെയ്തു? ഈ തോക്ക് ഉപയോഗിക്കാൻ വിസമ്മതിച്ചു.
കാരണം അവരെ മതത്തെ വ്രണപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ തങ്ങൾക്കൊരു മതപരമായിട്ടുള്ള ഒരുപാട് ആചാരമുണ്ട്. അപ്പോൾ ഒരു ആചാരത്തെ വ്രണപ്പെടുത്തുന്ന അല്ലെങ്കിൽ മുറിപ്പെടുത്തുന്നതാണ് ഈ ഒരു പുതിയ രീതി എന്ന് ഇവരെന്ത് ചെയ്തു, തിരിച്ചറിയുകയും ചെയ്തു. അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിംസുമായിരുന്ന പട്ടാളക്കാർ എന്ത് ചെയ്തു, ഈ തോക്ക് ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഇതായിരുന്നു ഇതിൻ്റെ ആസന്ന കാരണമായി മാറിയത്, ഇതിൻ്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് കോസായി മാറുകയും ചെയ്തത്. നോക്കിക്കൊള്ളുക. The rumor that the cartridge in the newly supplied Enfield rifle were greased with the fat of cows and pigs. അപ്പോൾ അതൊരു റൂമർ അല്ലെങ്കിൽ ഒരു വാർത്ത പ്രചരിച്ചത് എന്തായിരുന്നു, പുതുതായി കണ്ടെത്തിയ ഈ എൻഫീൽഡ് റൈഫിൾ എന്തിൻ്റെ, കൗസ് ആൻഡ് പിഗ്, പശുവിൻ്റെയും പന്നിയുടെയും ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പുള്ള ഒരു വാർത്ത എന്ത് ചെയ്യുകയുണ്ടായി, പ്രചരിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഇത് പ്രൊവോക്കഡ് അല്ലെങ്കിൽ ആരെയും ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ ഒരുപാട് പ്രൊവോക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് എന്ത് ചെയ്യുകയുണ്ടായി, അവരൊന്ന് ഒരു വികാരം കൊള്ളിപ്പിക്കുന്ന ഇടയായിരുത്തി. കാരണം ഹിന്ദുക്കളും മുസ്ലിംസുമായ പട്ടാളക്കാർ എന്ത് ചെയ്യാണ്, ഇവർക്ക് വേണ്ടി ജോലി ചെയ്യുകയാണ്. അപ്പോൾ തങ്ങളുടെ മതത്തെ അത് വ്രണപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ മുറപ്പെടുത്തുകയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുവാൻ ഇന്ത്യയിലെ പട്ടാളക്കാർ എന്ത് ചെയ്യുണ്ടായി, വിസമ്മതിക്കുകയും ചെയ്തു. ഇറ്റ് വോണ്ടഡ് ദ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഓഫ് ദി ഹിന്ദു ആൻഡ് മുസ്ലിം സോൾജേഴ്സ്. അപ്പോൾ അന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള പട്ടാളക്കാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യുണ്ടായി, അവരുടെ മതവികാരത്തെ മുറപ്പെടുന്നതിന് കാരണമായി തീരുകയും ചെയ്തു. ദ സോൾജേഴ്സ് ഹു വെർ അൺവില്ലിംഗ് ടു യൂസ് ദ ന്യൂലി കാർട്രിഡ്ജ്. അതുമാത്രമല്ല, അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഈ ഒരു പുതിയ തോക്ക് ഉപയോഗിക്കുന്നത് അവർ വിസമ്മതിക്കുകയും ചെയ്തു. ഇതായിരുന്നു 1857 കലാപത്തിൻ്റെ കാരണങ്ങളായി മാറുകയും ചെയ്തത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുന്ന കാര്യം എന്തായിരുന്നു, പഠിച്ചത് ഹേസ്റ്റി 57 റിവോൾട്ടാണ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ. 1857 കലാപത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്. അത് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്തായിരുന്നു, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഷിപ്പായി മ്യൂട്ടിനി അല്ലെങ്കിൽ ഷിപ്പായി ലഹള എന്നറിയപ്പെടുന്നതും 1857 കലാപം തന്നെയായിരുന്നു. നമ്മൾ ആദ്യം പഠിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1857 കലാപം ആരംഭിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു. നിങ്ങൾ ടെക്സ്റ്റ് നോക്കി അറിയാൻ പറ്റും. ടെക്സ്റ്റിനകത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് ഈ 5 പോയിന്റ് എടുത്ത് പറഞ്ഞു പോകുന്നില്ല. പൊളിറ്റിക്കൽ കോസ്റ്റ് എന്നോ സോഷ്യൽ കോസ്റ്റ് എന്നോ എക്കോണമിക്കോ അല്ലെങ്കിൽ മിലിറ്ററിയോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് കോസ്റ്റോ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. മറിച്ച് അവിടെ ആകപ്പാടെ എല്ലാ പോയിന്റും ഒരുമിച്ച് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അത് കൺഫ്യൂഷൻ്റെ കാര്യം നിങ്ങൾക്ക് എളുപ്പം ഇതായിരിക്കും, ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും എളുപ്പം. നമുക്ക് 5 പോയിന്റ് എടുത്ത് പറഞ്ഞു പോകാം. നമ്മൾ അതിൽ ആദ്യം പഠിച്ചത് പൊളിറ്റിക്കൽ കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണമാണ് ആദ്യം പഠിച്ചത്. അതെന്തായിരുന്നു, സംഭവം എന്തായിരുന്നു, ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ 2 സമ്പ്രദായങ്ങളാണ്. ഒന്ന് ഡോക്ട്രിൻ ഓഫ് ലാപ്സും രണ്ടാമത്തത് അനക്സേഷൻ പോളിസിയുമാണ്. അതായത് ദത്തവകാശ നിരോധന നയവും കൂട്ടിച്ചേർക്കൽ നയവും. അപ്പോൾ ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അനുസരിച്ച് ഇന്ത്യയിൽ ഏതെങ്കിലും രാജാക്കന്മാർക്ക് മക്കളില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ പ്രദേശം ആര് പിടിച്ചെടുക്കും, ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ വന്നപ്പോൾ ഇന്ത്യയിലെ പല രാജാക്കന്മാർക്കും അവരുടെ പല പ്രദേശങ്ങൾ നഷ്ടപ്പെടുകയുണ്ടായി. അതോടുകൂടി ഈ ഒരു റിവോൾട്ടിൽ ആര് പങ്കെടുത്തു, കിങ്സ് അല്ലെങ്കിൽ രാജാക്കന്മാർ പങ്കെടുക്കുകയും ചെയ്തു. രണ്ടാം പറഞ്ഞത് സോഷ്യൽ കോസ്റ്റ് ആണ്, അതിൻ്റെ സാമൂഹിക കാരണമാണ്. സാമൂഹിക കാരണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ പെസൻസ്. ഇന്ത്യയിൽ കർഷകർ നേരിട്ട പ്രശ്നങ്ങളാണ് ഇതിൻ്റെ സാമൂഹിക കാരണങ്ങളായി മാറിയത്. കാരണം ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ അമിതമായിട്ടുള്ള ഭൂനികുതി സമ്പ്രദായങ്ങൾ നൽകുവാനോ അല്ലെങ്കിൽ അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിലെ കർഷകർ എന്ത് ചെയ്യുണ്ടായി, നേരിടുകയും ചെയ്തു. അങ്ങനെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പം അതിൽ ഈ റിവോൾട്ടിൽ പെസൻസ് അല്ലെങ്കിൽ കർഷകർ പങ്കെടുക്കുകയും ചെയ്തു. മൂന്നാമതായി പോയത് എക്കോണമിക് കോസ്റ്റിലേക്കാണ് പോയത്, അല്ലെങ്കിൽ സാമ്പത്തിക കാരണമാണ് നമ്മൾ പറഞ്ഞത്. അവിടെ എന്തായിരുന്നു, പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ വർക്കേഴ്സ്. ഇന്ത്യയിലെ വർക്കേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങളായിരുന്നു. നമ്മൾ ആദ്യം പഠിച്ചതാണ്. ഒരുപാട് നേരം ജോലി ചെയ്യേണ്ടി വരികയുണ്ടായി, കുറഞ്ഞ സാലറി മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ എന്തുകയുണ്ടായി, നേരിടുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ വർക്കേഴ്സും തീരുമാനിക്കുകയും ചെയ്തു. നാലാമത് പഠിച്ചത് നമ്മൾ മിലിറ്ററി കോസ്റ്റ് ആണ്, അതിൻ്റെ സൈനിക കാരണമാണ്. എന്തായിരുന്നു, പേർ സാലറി ആൻഡ് അബ്യൂസ് ഓഫ് ദി ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. അത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഇന്ത്യൻ പട്ടാളക്കാരുണ്ട്. അപ്പോൾ അന്ന് ബ്രിട്ടീഷ് ആർമിയിൽ ബ്രിട്ടീഷുകാർ മാത്രമല്ല മറിച്ച് ആരും ഉണ്ടായിരുന്നു, ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ കുറച്ച് ശമ്പളം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം അവർക്ക് ഒരുപാട് നേരം ജോലി കൊണ്ട് വരികയും ചെയ്തു. ഒരു അബ്യൂസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ അവഗണനയെ സഹിക്കേണ്ടി വരികയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ അന്ന് മിലിറ്ററി ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഷിപ്പായ്സ് തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ ഷിപ്പായ്സ് അല്ലെങ്കിൽ മിലിറ്ററി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു, ഇമ്മീഡിയറ്റ് കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള കാരണമാണ്. അന്ന് ബ്രിട്ടീഷുകാർ പുതിയൊരു എൻഫീൽഡ് റൈഫിൾസ് പുതിയൊരു തോക്ക് കണ്ടെത്തുകയുണ്ടായി.
എന്നൊരു റൂമർ സ്പ്രെഡ് ചെയ്തത്. ഈ തോക്കിൻ്റെ ഒരു ഗ്രീസിൻ്റെ ഒരു കവറിങ് അല്ലെങ്കിൽ ഗ്രീസിൻ്റെ ഒരു ആവരണമുണ്ട്, അതിൽ പശുവിൻ്റെയും പന്നിയുടെയും ഫാറ്റ് കൊഴുപ്പുണ്ടെന്നൊരു വാർത്ത പ്രചരിച്ചു. അവരുടെ മതത്തെ അല്ലെങ്കിൽ റിലീജിയസ് പരമായിട്ട് ഒരുപാട് മതവികാരത്തെ വൂണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മുറിപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയായിരുന്നു ഇത്. അങ്ങനെ വന്നപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിംസുമായ പട്ടാളക്കാർ എന്ത് ചെയ്തു, ഇത് ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് 1850 കലാപം ആരംഭിക്കുകയും ചെയ്തത്. ഓക്കെ, നമ്മളിത് പറഞ്ഞത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നതിൻ്റെ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോലെ അന്ന് ഈ തോക്ക് ഉപയോഗിക്കാൻ ഇന്ത്യയിലെ പല ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യുകയുണ്ടായി, വിസമ്മതിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ബാരക്പൂരിൽ അന്ന് ബംഗാളിൽ ബാരക്പൂരിൽ മംഗൽ പാണ്ഡെ എന്ന ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുകയുണ്ടായി, ഈ തോക്ക് ഉപയോഗിക്കാൻ വിസമ്മതിച്ചു. ബാരക്പൂരിൽ ബംഗാളിൽ ബാരക്പൂരിൽ അന്ന് മൺവീടായിട്ട് ചോദിക്കാം. ഈ പറഞ്ഞ മംഗൽ പാണ്ഡെ എന്ത് ചെയ്യുകയുണ്ടായി, ഈ തോക്ക് ഉപയോഗിക്കാൻ വിസമ്മതിച്ചു. തുടർന്ന് ഈ തോക്ക് ഉപയോഗിക്കുവാൻ മംഗൽ പാണ്ഡെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പ്രേരിപ്പിക്കുകയും ആ പ്രേരിപ്പിച്ച ഉദ്യോഗസ്ഥനെ ആര് കൊല്ലുകയും ചെയ്തു, മംഗൽ പാണ്ഡെ കൊല്ലുകയും ചെയ്തു. തുടർന്ന് മംഗൽ പാണ്ഡെ പിടികൂടുകയും തൂക്കിലേറ്റുകയും ചെയ്തു. അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് PSCക്ക് ഒരുപാട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കൂടിയാണ്. 1857 കലാപത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരായിരുന്നു, മംഗൽ പാണ്ഡെ ആയിരുന്നു. ബാരക്പൂരിലെ ഒരു ആർമിയിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു മംഗൽ പാണ്ഡെ. അപ്പോൾ ഇദ്ദേഹത്തോട് ഇത് എന്ത് ചെയ്യാൻ പറഞ്ഞു, ഈ തോക്ക് ഉപയോഗിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, തോക്ക് ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയുണ്ടായി. തുടർന്ന് ആ തോക്ക് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ച ആ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ഇദ്ദേഹം കൊല്ലുകയും തുടർന്ന് മംഗൽ പാണ്ഡെ എന്ത് ചെയ്യുകയുണ്ടായി, തൂക്കിലേറ്റുകയും ചെയ്തു. ഇൻ ബാരക്പൂർ ഇൻ ബംഗാൾ, മംഗൽ പാണ്ഡെ ആൻ ഇന്ത്യൻ സോൾജിയർ ഷോട്ട് അറ്റ് എ ബ്രിട്ടീഷ് ഓഫീസർ ഹു ഫോഴ്സ്ഡ് ഹിം ടു യൂസ് ദ ന്യൂ കാർട്രിഡ്ജ്. ബാരക്പൂരിൽ ഈ മംഗൽ പാണ്ഡെയോട് ഈ പറഞ്ഞ പുതിയ കണ്ടെത്തിയ തോക്ക് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ച ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുണ്ടായി, അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയുണ്ടായി. ആ പ്രേരിപ്പിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ഇദ്ദേഹം എന്ത് ചെയ്തു, കൊല്ലുകയും ചെയ്തു. ഹി വാസ് അറസ്റ്റഡ് ആൻഡ് ഹാങ്ഡ് ടു ഡെത്ത്. തുടർന്ന് മംഗൽ പാണ്ഡെ അറസ്റ്റ് ചെയ്യുകയും തൂക്കിലേറ്റുകയും ചെയ്തു. അപ്പോൾ 1850 കലാപത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ മാറ്ററാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയായിരുന്നു, മംഗൽ പാണ്ഡെ ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നേരെ പോകുന്നതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് നമ്മൾ നേരെ പോകുന്നത് ഫീച്ചേഴ്സ്. നമ്മൾ ഫസ്റ്റ് പഠിച്ചത് അതിൻ്റെ കോസസ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് കോസസാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം 5 കോസസ് നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഫീച്ചേഴ്സാണ്. രണ്ടാമത്തെ പോയിൻ്റ് പറഞ്ഞാൽ ഫീച്ചേഴ്സ് ഓഫ് 1857 റിവോൾട്ട്. 1850 കലാപത്തിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തായിരുന്നു? അപ്പോൾ 2 പോയിൻ്റ് നമുക്ക് പറയാം. ഒന്നാമത്തേത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദി കോമൺ പീപ്പിൾ. ഫസ്റ്റ് പോയിൻ്റ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദി കോമൺ പീപ്പിൾ. സാധാരണ ജനങ്ങളുടെ വൻതോതിലുള്ള പങ്കാളിത്തം 1850 കലാപത്തിന് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ, അല്ലെങ്കിൽ നേരത്തെ അല്ല, ലോക്കലായിട്ടുള്ള സമരമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്തുതന്നെയായിരുന്നു, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദി കോമൺ പീപ്പിൾ. ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ ഒരു വലിയ തോതിലുള്ളൊരു പങ്കാളിത്തം ഏതിനുണ്ടായിരുന്നു, 1850 കലാപത്തിന് ഉണ്ടായിരുന്നു. ഫസ്റ്റ് പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് ഹിന്ദു മുസ്ലിം യൂണിറ്റി. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം യൂണിറ്റി. അന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ 1850 കലാപം എന്ത് ചെയ്തത്, നയിക്കുകയും ചെയ്തത്. അപ്പോൾ നമുക്ക് 2 പോയിന്റ് പറയാം. ഫസ്റ്റ് പോയിന്റ് എന്തിനായിരുന്നു, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദി കോമൺ പീപ്പിൾ. സാധാരണ ജനങ്ങളുടെ വൻതോതിലുള്ള പങ്കാളിത്തത്തിനകത്ത് ഉണ്ടായിരുന്നു. The silent features of this rebellion was the active participation of the common people like farmers and craftsmen. അപ്പോൾ സാധാരണ ജനങ്ങളുടെ വൻതോതിലുള്ള പങ്കാളിത്തം 1850 കലാപത്തിന് ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഒട്ടുമിക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യുകയുണ്ടായി, ഈ സമരത്തിലേക്ക് പങ്കെടുക്കുകയുണ്ടായി. നമ്മൾ പഠിച്ചതാണ്. ഇതിലിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത് ഇതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ആദ്യം ഈ കിങ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, പെസൻസ് ഉണ്ടായിരുന്നു, കർഷകരുണ്ടായിരുന്നു, വർക്കേഴ്സ് ഉണ്ടായിരുന്നു, തൊഴിലാളികളുണ്ടായിരുന്നു, പിന്നെ
ഇവർ രണ്ടുപേരും അതിൽ അതുപോലെ ക്രാഫ്റ്റ്സ്മാൻ, ഈ സാധാരണ ക്രാഫ്റ്റ്സ്മാൻ ഉണ്ടായിരുന്നു, ക്രാഫ്റ്റ്സ്മാൻ കരകൗശല ജോലികൾ ചെയ്യുന്ന ക്രാഫ്റ്റ്സ്മാൻ. അപ്പോൾ ഇവരെല്ലാം സാധാരണക്കാരായ ആൾക്കാരാണ്, അല്ലെങ്കിൽ കോമൺ പീപ്പിളാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ പല പല കോണുകളുണ്ടായിരുന്ന ഈ കോമൺ പീപ്പിൾ അല്ലെങ്കിൽ സാധാരണക്കാരായ ആൾക്കാരുടെ ഒരു വലിയ തോതിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ, വലിയ തോതിലൊരു പങ്കാളിത്തം 1857 കലാപത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ സൈലൻറ്റ് ഫീച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദി കോമൺ പീപ്പിൾ, സാധാരണക്കാരെ ആൾക്കാരുടെ ഒരു വൻതോതിലുള്ള പങ്കാളിത്തം 1857 കലാപത്തിന് ഉണ്ടായിരുന്നു. ലൈക്ക് ആർക്കും ചോദിച്ചാൽ പെസൻസ് ഉണ്ടായിരുന്നു, വർക്കേഴ്സ് ഉണ്ടായിരുന്നു, ക്രാഫ്റ്റ്സ്മാൻ ഉണ്ടായിരുന്നു, കർഷകരും അവർ കരകൗശല ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, തൊഴിലാളികൾ. അവരുടെയൊക്കെ ഒരു വൻതോതിലുള്ള പങ്കാളിത്തം 1857 കലാപത്തിന് ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിം യൂണിറ്റി, അന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് 1857 കലാപത്തിൽ പങ്കെടുക്കുകയും ചെയ്തത്. ദ റിയൽ സ്ട്രെങ്ത് ഓഫ് ദി റിബലിയൻ വാസ് ദി ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഈ ഒരു സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അല്ലെ ഏറ്റവും പ്രധാന ശക്തി എന്നും ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയായിരുന്നു? ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉണ്ടായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് 57 കലാപം എന്ത് ചെയ്തത്? നയിക്കുകയും ചെയ്തത്. എ സ്പിരിറ്റ് ഓഫ് കോപ്പറേഷൻ എക്സിസ്റ്റഡ് അമംഗ് ദ സോൾജേഴ്സ്, കോമൺ പീപ്പിൾ ആൻഡ് ദി ലീഡേഴ്സ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കിടയിലും ഒരുപോലെ ഉണ്ടായിരുന്നൊരു കോപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സഹകരണ മനോഭാവം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആൾക്കാരും ബ്രിട്ടീഷ് ഭരണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. അപ്പോൾ അതിൽ കർഷകർ മാത്രമല്ല, നമ്മൾ പറഞ്ഞപ്പോൾ കർഷകർ, അതുപോലെ തൊഴിലാളികൾ, പിന്നെ രാജാക്കന്മാർ, മറ്റ് മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ, എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുകയുണ്ടായി? പ്രശ്നങ്ങൾ നേരിടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു മാസികമായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു വലിയ സമരം ആരംഭിക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സായി എടുത്ത് പറയപ്പെടുകയും ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ രണ്ടാമത് പറഞ്ഞ പോയിന്റ് എന്താണ്? 57 കലാപത്തിൻ്റെ ഫീച്ചേഴ്സാണ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദി കോമൺ പീപ്പിൾ, പെസൻസ്, വർക്കേഴ്സ്, ക്രാഫ്റ്റ്സ്മെൻ എല്ലാം എന്ത് ചെയ്യുന്നുണ്ടായതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇവിടെ പറയപ്പെടുന്ന ഏകദേശം അന്ന് ഈ കലാപത്തിൽ ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാരാണ് ഇന്ത്യയിലെ പല പ്രദേശങ്ങളായി മരിച്ചത്. അതിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലെ അവധ് എന്ന പ്രദേശത്ത് 1 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ മരണപ്പെടുകയുണ്ടായി. അതിൽ കൂടുതൽ ആൾക്കാർ ആരുണ്ടായിരുന്നു? കോമൺ പീപ്പിളായിരുന്നു. ഇതിൽ സാധാരണ ഒരുപാട് ആൾക്കാർ, 1 ലക്ഷത്തിലധികം ആൾക്കാരാണ് ഇതിൽ മരണപ്പെട്ടത്. അപ്പോൾ അതിൽ കൂടുതലായും മരണപ്പെട്ടതും കൂടുതലായും പങ്കെടുത്തതും എല്ലാം ആരുണ്ടായിരുന്നു? കോമൺ പീപ്പിളായിരുന്നു. അപ്പോൾ സാധാരണ ജനങ്ങളുടെ അവരുടെ അവകാശങ്ങൾ സംരക്ഷണത്തിന് വേണ്ടി വളരെ ഒരുമിച്ച് നിന്നുകൊണ്ട് എന്ത് ചെയ്യുകയുണ്ടായി? ഈ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്താ പറഞ്ഞത്? റിയൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ശക്തി എടുത്ത് പറയപ്പെടുന്നത് ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടായിരുന്നു. കാരണം ഒരു കോപ്പറേഷൻ, കാരണം ഒരുമിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്ന് കരുതിക്കൊണ്ടാകണം ഒരു ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഹിന്ദു മുസ്ലിം ഐക്യത്തോട് കൂടി എന്തുകൊണ്ടാണ് ഇത് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് എഴുതാനുള്ളത്. പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നമുക്ക് എഴുതിയാൽ മതിയാകും. ഇനി സാധാരണയായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കി അറിയാൻ പറ്റും. ഇതിൻ്റെ അടുത്ത ഏരിയ വരുന്നത് മേദ ഫോളോയിങ് ആണ് വരുന്നത്. ഒരു ബോക്സിനകത്ത് ഇതിൻ്റെ ഈ സമരം നടന്ന സ്ഥലങ്ങളുടെ പേരുമുണ്ട്, അതേപോലെ ലീഡേഴ്സും ഉണ്ട്. നമുക്ക് സാധാരണയായിട്ട് ചോദിക്കുന്നത് മേദ ഫോളോയിങ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പല പ്രദേശങ്ങളായിട്ട്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമല്ല, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ആദ്യം പറഞ്ഞതാണ്, ഇതിന് മുന്നേ ചർച്ച ചെയ്ത എല്ലാ കലാപങ്ങളും ഏതെങ്കിലും ഒരു ലോക്കൽ ഏരിയയിൽ മാത്രം ഒതുങ്ങി നിന്നപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങൾ എന്ത് ചെയ്യുകയുണ്ടായി? ഈ സമരം വ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പേര് തന്നെ ഇത് അറിയപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ എവിടെയൊക്കെയായിരുന്നു? ഫസ്റ്റ് പറഞ്ഞാൽ ഡൽഹിയിൽ ആരാ നയിച്ചത്? ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു. ഡൽഹിയിൽ അത് നിങ്ങൾ പഠിച്ചോണം, അത് കറക്റ്റ് മേദ ഫോളോയിങ് ചോദിക്കാം. ഓരോ ആൾക്കാരുടെ പേരും അവർ സമരം നയിച്ച സ്ഥലങ്ങളുടെ പേരും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ മേദ ഫോളോയിങ് 4 മാർക്കായി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഫസ്റ്റ് എന്താണ്? ഡൽഹിയാണ്. ഡൽഹിയിൽ ആരായിരുന്നു? ബഹദൂർ ഷാ സെക്കൻഡ്, ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. അതേപോലെ ഝാൻസിയിലാണെന്നുണ്ടെങ്കിൽ റാണി ലക്ഷ്മിബായി ആയിരുന്നു. ഝാൻസിയിൽ ആരായിരുന്നു? റാണി ലക്ഷ്മിബായി ആയിരുന്നു. പിന്നെ ലക്നൗവിലാണെന്നുണ്ടെങ്കിൽ ബീഗം ഹസ്രത്ത് മഗൽ, ലക്നൗവിൽ ബീഗം ഹസ്രത്ത് മഗലായിരുന്നു. പിന്നെ കാൺപൂരിലാണെങ്കിൽ നാനാ സാഹിബും താന്തിയ തോപ്പി, കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയായിരുന്നു. പിന്നെ ഫൈസാബാദിലാണെങ്കിൽ മൗലവി അഹമ്മദുള്ള, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഈ 5 പ്രദേശങ്ങളല്ല, മറിച്ച് ഇതിന് ഇനിയും ഒരുപാട് പ്രദേശത്ത് ഈ പറഞ്ഞ സമരം നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തുടങ്ങിയത് കൊണ്ടാകണം കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. ഈ 5 സ്ഥലങ്ങളുടെ പേരുകൾ, 5 സ്ഥലങ്ങളിലും ആരാണ് സമരത്തെ നയിച്ചെന്ന് കൂടി പഠിച്ചുകൊണ്ട് നമുക്ക് മേദ ഫോളോയിങ് ചോദിക്കാം. ഒന്നുകൂടെ പറയാം. ഡൽഹിയിൽ ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. ഝാൻസിയിലാണെങ്കിൽ റാണി ലക്ഷ്മിബായി ആയിരുന്നു. ലക്നൗവിലാണെന്നുണ്ടെങ്കിൽ ബീഗം ഹസ്രത്ത് മഗലായിരുന്നു. കാൺപൂരിലാണെന്നുണ്ടെങ്കിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയായിരുന്നു. അതുപോലെ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ വളരെ സ്ട്രോങ് ആയ രീതിയിലാണ് എന്ത് ചെയ്തത്? 1857 കലാപം നടക്കുകയും ചെയ്തത്. പക്ഷേ
കലാപം പൂർണ്ണമായും പരാജയപ്പെടുകയാണ് ചെയ്തത്. 1857 ആരംഭിച്ച കലാപം 1858 അവസാനിക്കുകയാണ് ചെയ്തത്. ഏകദേശം ഒരു വർഷക്കാലത്തിനുള്ള സമരം പൂർണ്ണമായും പരാജയപ്പെടുകയും ചെയ്തു. നിങ്ങൾ കാര്യം മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ ചോദിക്കത്തൊന്നുമില്ല എന്തുകൊണ്ടായിരിക്കാം 1857 കലാപം പരാജയപ്പെട്ടത്. നിങ്ങൾ കുറച്ചുകൂടി ഉയർന്ന ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, അത് പഠിക്കും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കൊള്ളുക. 1857 ആരംഭിച്ച കലാപം 1858 അവസാനിക്കുകയും അത് പൂർണ്ണമായി പരാജയപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടായിരിക്കാം ഇത് പൂർണ്ണമായി പരാജയപ്പെട്ടത്? അതായത് ഈ കലാപകാരികളുടെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ, വെപ്പൺസ് എല്ലാം തന്നെ ഈ ബോസ്, ആരോസ്, സ്പീഡ്സ് അല്ലെങ്കിൽ കുന്തം, അമ്പ്, വില്ല് അങ്ങനെയൊക്കെയുള്ള സാധാരണ പണ്ടത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് കൂടുതലായി അവർ എന്ത് ചെയ്തത്, ഉപയോഗിച്ചത്. പക്ഷേ അതേ സമയത്ത് ബ്രിട്ടീഷുകാരാണെന്നുണ്ടെങ്കിലോ വളരെ ടെക്നോളജീസ് ഉപയോഗിച്ചുള്ള ഒരുപാട് തോക്കുകൾ, ബോംബുകളൊക്കെ ഉള്ള ആയുധങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ആയുധങ്ങളുമായി പിടിച്ചു നിൽക്കുവാൻ ആർക്ക് സാധിച്ചില്ല? ഇന്ത്യയിലെ ഈ ഭാഗത്തിന് സാധിച്ചില്ല. അതുമാത്രമല്ല, ഇതിൽ പങ്കെടുത്ത ആൾക്കാർക്കൊരു സാധാരണ ആദ്യം ഒരു യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ പിൽക്കാലത്ത് യൂണിറ്റിയൊക്കെ മാറി, അല്ലെങ്കിൽ ഒരു ഐക്യം ഉണ്ടായിരുന്നില്ല, ഒരു യൂണിറ്റി ഉണ്ടായിരുന്നില്ല. ഇതിൽ ഓരോ ആൾക്കാരും പങ്കെടുത്തത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. പെസൻസ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, വർക്കേഴ്സ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ഇതേപോലെ ഓരോ ആൾക്കാരും പങ്കെടുത്തത് അവരുടേതായ അവകാശങ്ങൾക്ക് അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റിയോ ഒന്നും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സമരം പൂർണ്ണമായും പരാജയപ്പെടുകയും ചെയ്തത്. ഇനി നമുക്ക് ഒരു പോയിന്റ് നോക്കാനുള്ളത്, 1857 കലാപം പൂർണ്ണമായും പരാജയപ്പെടുകയുണ്ടായി. പക്ഷേ അതിൻ്റെ മേജർ റിസൾട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു ഫലങ്ങളിലൊന്ന് അത് ജസ്റ്റ് അറിഞ്ഞു പോകണം. ഇതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ടിലൊന്ന്, ഏറ്റവും വലിയ ഫലങ്ങളിലൊന്ന്, 1857 വരെയും ഇന്ത്യയുടെ ഭരണം ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു. 1600 ആരംഭിച്ച ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് എന്ത് ചെയ്തത്, ഇന്ത്യയിലെ ഭരണം ഉണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ മെർക്കൻസ് ലോസ് ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ അതേപോലെ അതെല്ലാം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു. അപ്പോൾ 1857 വരെയും ഇന്ത്യയുടെ ഭരണം ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു. എന്നാൽ 1850 കലാപം അവസാനിച്ചപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഭരണം ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു റിസൾട്ടായി എടുത്ത് പറയപ്പെടുകയും ചെയ്യുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്നത് ആരിലായിരുന്നു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലായിരുന്നു. അതിൽ നിന്ന് ആരിലേക്ക് എത്തി, ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് എത്തിക്കപ്പെടുകയും ചെയ്തു. ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ടുക്ക് ഓവർ ഇന്ത്യ ഫ്രം ദി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ നേരത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈവശമുണ്ടായിരുന്ന അധികാരം ആരിലേക്ക് എത്തുകയും ചെയ്തു, ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് എത്തുകയും ചെയ്തു. ഇത്രയാണ് നമുക്ക് അതിനകത്ത് മെയിനായിട്ടും ചോദിച്ചാൽ എഴുതാനുള്ളത്. സാധാരണ 4 മാർക്കാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. 1857 റിവോൾട്ട് 1857 കലാപത്തിൻ്റെ കാരണങ്ങൾ വിശദമാക്കാൻ, കോസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധാരണ ചോദിച്ച് കാണുന്നത്. നമ്മൾ പറഞ്ഞ പോലെ 5 കോസസ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെയാണ് അതിൻ്റെ സൈലൻറ്റ് ഫീച്ചേഴ്സ്, 2 ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് കോമൺ പീപ്പിൾ ആൻഡ് ഹിന്ദു മുസ്ലിം യൂണിറ്റി, അതിൻ്റെ ഒരു ഐക്യം ഉണ്ടായിരുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ പോയത് എന്തിലാണ്, ഇതിൻ്റെ പല പ്രദേശങ്ങളിൽ ഇത് ആരംഭിച്ച അല്ലെങ്കിൽ ഇതിൻ്റെ ലീഡേഴ്സ് പല പ്രദേശങ്ങൾ എന്ത് ചെയ്യുകയുണ്ടായി, ഇത് ആരംഭിക്കുകയും അതിൻ്റെ ലീഡേഴ്സും ഉണ്ടായിരുന്നു. അവരെക്കുറിച്ചുമാണ് നമ്മൾ എന്ത് ചെയ്തത്, 2 പഠിക്കുകയും ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യം നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് 2 കാര്യങ്ങൾ മാത്രമാണ് പഠിച്ചത്. അതിൽ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, ഇന്ത്യയിലെ വർക്കേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പം ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നില്ല, ഈ മോഡേൺ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ആധുനിക വ്യവസായങ്ങളൊന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. കൂടുതലായിട്ടും ട്രഡീഷണൽ ഇൻഡസ്ട്രീസാണ് കൂടുതലായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ബ്രിട്ടീഷ് വരവോടുകൂടി ഇന്ത്യയിലെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ പരമ്പരാഗത വ്യവസായങ്ങൾ പൂർണ്ണമായി എന്ത് ചെയ്യുകയുണ്ടായി, തകർച്ച നേരിടുകയുണ്ടായി. അതിനുശേഷമാണ് ഇന്ത്യയിലേക്ക് മോഡേൺ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. പക്ഷേ അങ്ങനെ ആരംഭിച്ച സമയത്ത് ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് വർക്കേഴ്സിന് വേണ്ടി വരികയുണ്ടായി, ഒരുപാട് തൊഴിലാളികൾ അവർക്ക് വേണ്ടി വരികയുണ്ടായി. അവരെന്ത് ചെയ്തു, ഒരുപാട് തൊഴിലാളികളെ ഇന്ത്യയിൽ നിന്നും ഈ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള ലേബേഴ്സ്, ഇത്തരം തൊഴിലാളികൾ നേരിടുകയും ചെയ്തിരുന്നു. എന്തൊക്കെയായിരുന്നു, പ്രൊലോങ്ഡ് വർക്കിംഗ് വേസ്, ഒരുപാട് നേരം എന്തിട്ട് വരികയുണ്ടായി, ജോലി ചെയ്യേണ്ടി വരികയുണ്ടായി. നികർ വേജസ്, വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളം മാത്രമാണ് ഉണ്ടായിരുന്നത്. അൺഹെൽത്തി അക്കോമഡേഷൻ, വളരെ മോശമായിട്ടുള്ള ഒരു അക്കോമഡേഷൻ, ബാക്കി കാര്യങ്ങളാണ് തൊഴിലാളികൾക്ക് നേരിടേണ്ടി വരികയും ചെയ്തത്. ഇതിനെതിരെ ആദ്യകാലം മുതൽക്ക് ഈ ബോംബെ, കൽക്കത്ത പോലെ പ്രദേശങ്ങളിൽ ചെറിയ സമരങ്ങൾ ആരംഭിച്ചെങ്കിലും അതൊന്നും വിജയിക്കാൻ സാധിച്ചില്ല. കാരണം ട്രേഡ് യൂണിയൻസ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ട്രേഡ് യൂണിയൻസ് അല്ലെങ്കിൽ തൊഴിലാളികളുടെ സംഘടനകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന സാഹചര്യത്തിൽ അത് പൂർണ്ണമായി പരാജയപ്പെടുകയാണ് ചെയ്തത്. നമ്മൾ നേരെ വന്നത് 1857 കലാപത്തിലേക്കാണ് നമ്മൾ നേരെ എത്തിയത്. അത് ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. നിങ്ങൾ ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും എളുപ്പം.
നമ്മൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞ ക്വസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ആദ്യം പഠിച്ച റിവോൾട്ടെ കുറിച്ച് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലോക്കൽ ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ഏതെങ്കിലും ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർ മാത്രമാണ് അത്തരം സമരങ്ങൾ നയിക്കുകയും ചെയ്തത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലെ ഒട്ടുമിക്ക വിഭാഗങ്ങളും ആദ്യമായി പങ്കെടുത്തിട്ടുള്ള ഒരു മാസീവായിട്ടുള്ള സ്ട്രഗിൾസ് തന്നെയായിരുന്നു 1857 കലാപം, അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ ശിപ്പായി മ്യൂട്ടണി, ശിപ്പായി ലഹള. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്ന 5 കാരണമാണ് എടുത്ത് പറഞ്ഞു പോയത്. ഒന്ന് പൊളിറ്റിക്കൽ കോസ്റ്റ്, അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. എന്തായിരുന്നു സംഭവം? അനക്സേഷൻ പോളിസി ആൻഡ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്തവകാശ നിരോധന നയവും അതേപോലെ കൂടിച്ചേർക്കൽ നയമാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് എന്തായിരുന്നു? നമ്മൾ സോഷ്യൽ കോസ്റ്റാണ്. അത് ഇന്ത്യയിലുണ്ടായിരുന്ന പെസൻസ് അല്ലെങ്കിൽ കർഷകർ നേരിടുന്ന പ്രോബ്ലംസ്, അവരുടെ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ എന്ത് കാരണമായി മാറിയത്? പൊളിറ്റിക്കൽ കോസ്റ്റായി മാറുകയും ചെയ്തത്, സോഷ്യൽ കോസ്റ്റായി മാറുകയും ചെയ്തത്. മൂന്നാം പറഞ്ഞത് എന്താണ്? നമ്മൾ എക്കോണമിക് കോസ്റ്റാണ്, അല്ലെങ്കിൽ സാമ്പത്തിക കാരണമാണ് പറഞ്ഞത്. പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദി വർക്കേഴ്സ്, ഇന്ത്യയിലെ തൊഴിലാളികൾ നേരിട്ട പ്രശ്നങ്ങളാണ് ഇതിൻ്റെ എന്ത് കാരണമായി മാറിയത്? സാമ്പത്തിക കാരണമായി മാറുകയും ചെയ്തത്. അടുത്ത രണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായി പറയപ്പെടുന്നത്. ഒന്നെന്തായിരുന്നു? മിലിറ്ററി കോസ്റ്റസ്, അതേ പുവർ സാലറിയും അതേപോലെ അബ്യൂസ് ഓഫ് ദി ബ്രിട്ടീഷ്, വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ അവഗണനയുമാണ് ഇതിലേക്ക് എത്തുവാൻ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരെ പ്രേരിപ്പിച്ചത്. അവരറിയപ്പെട്ടത് ഷിപ്പായ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇമ്മീഡിയറ്റ് കോസ്റ്റ് ആണ്. ബ്രിട്ടീഷ് കണ്ടെത്തിയ പുതിയ എൻഫീൽഡ് റൈഫിൾസിൽ എന്തിൻ്റെ ഒരു പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൻ്റെ ഒരു ആവരണമുണ്ടെന്നൊരു വാർത്ത പ്രചരിക്കുകയുണ്ടായി. ഹിന്ദുക്കളും മുസ്ലിംസുമായിട്ടുള്ള ഒരുപാട് പട്ടാളക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും അവരുടെ മതത്തെ മുറിപ്പെടുന്ന ഒരു രീതിയായിരുന്നു ഇത്. അതുകൊണ്ട് എന്ത് ചെയ്യുണ്ടായി? അവരിത് ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഇതായിരുന്നു കലാപത്തിൻ്റെ കാരണങ്ങളായി മാറിയത്. പിന്നെ നമ്മൾ നേരെ പോയത് ഈ കലാപത്തെക്കുറിച്ച് പറയപ്പെടുമ്പോൾ അന്ന് ബംഗാളിലെ ബാരക്പൂരിൽ ഈ ഒരു തോക്ക് ഉപയോഗിക്കാൻ വിസമ്മതിച്ച മംഗൾ പാണ്ഡെ എന്ന ഉദ്യോഗസ്ഥൻ അത് തൂക്കിലിട്ടുകയുണ്ടായി. കാരണം ഈ ഒരു തോക്ക് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? പ്രേരിപ്പിച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വധിക്കുകയുണ്ടായി. തുടർന്ന് അദ്ദേഹത്തെ പിടികൂടുകയും വധിക്കുകയും ചെയ്തു. അപ്പം ഈ പറഞ്ഞ 1850 കലാപത്തിൻ്റെ ആദ്യത്തെ മാർച്ചിൽ, അല്ലെങ്കിൽ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു ആര്? മംഗൾ പാണ്ഡെ. പിന്നെ നമ്മൾ രണ്ടാം രീതിയിലേക്ക് പോയതിൻ്റെ ഫീച്ചേഴ്സാണ്. 2 ഫീച്ചേഴ്സാണ്. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദി കോമൺ പീപ്പിൾ ആൻഡ് ഹിന്ദു മുസ്ലിം യൂണിറ്റി. അന്ന് സമൂഹത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് എന്ത് ഇതിൽ പങ്കെടുത്തത്. അതായത് വർക്കേഴ്സ്, ക്രാഫ്റ്റ്സ്മെൻ, പെസൻസ്, തൊഴിലാളികളായിക്കോട്ടെ, അല്ലെങ്കിൽ കർഷകരായിക്കോട്ടെ, അല്ലെങ്കിൽ കരകൗശല ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അവരെന്ത് ചെയ്യുണ്ടായി? വളരെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കുകയും ചെയ്തത്. അതുമാത്രമല്ല ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉണ്ടായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ സമരം മുന്നോട്ട് നയിക്കുകയും ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മാസ് മൂവ്മെൻറ്റായി മാറുവാൻ ഇതിന് സാധിക്കുകയും ചെയ്തു. ഇതിലെ പല പ്രദേശങ്ങളും സമരം നടക്കുകയുണ്ടായി. ഡൽഹി, കാൺപൂർ, ലക്നൗ, അങ്ങനെ ഒരുപാട് പ്രദേശങ്ങൾ എന്ത് ചെയ്യുകയുണ്ടായി? സമരങ്ങൾ നടക്കുകയും ചെയ്തു. പക്ഷേ വളരെ സ്ട്രോങ് ആയി മുന്നോട്ട് സമരം പൂർണ്ണമായും പരാജയപ്പെടുകയാണ് ചെയ്തത്. ബ്രിട്ടീഷുകാർ സമരത്തെ പൂർണ്ണമായും എന്ത് ചെയ്തു? അടിച്ചമർത്തുകയും ചെയ്തു. സമരം പരാജയപ്പെട്ടെങ്കിലും ഏറ്റവും വലിയ ഫലമായി എടുത്തു പറയപ്പെടുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈകളിൽ നിന്നും ഭരണം ആറിലേക്ക് എത്തുകയും ചെയ്തു? ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് എത്തുകയും ചെയ്തു. ഒരു പോയിന്റ് അറിയാനുള്ളത്, 1850 കലാപം ആരംഭിച്ച് മീററ്റ് എന്ന പ്രദേശത്ത്, നമുക്കൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. 1850 കലാപം ആരംഭിച്ച് ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. 2 1 വേർഡ് ക്വസ്റ്റ്യനോട് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഒന്ന്, 1850 കലാപത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? അത് മംഗൾ പാണ്ഡെയും. 1850 കലാപം ആരംഭിച്ച് എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ മീററ്റിലാണ് സമരം ആരംഭിക്കുകയും ചെയ്തത്. ഓക്കെ, ഇന്ന് നമ്മൾ എടുത്ത 2 ഏരിയ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതെന്തെങ്കിലും ഉണ്ടാക്കുന്നത്